നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ദന്ത സംരക്ഷണമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. കുഞ്ഞുങ്ങളുടെ കുഞ്ഞിളം പല്ലുകൾ എങ്ങനെ പരിപാലിക്കാം, ദന്താരോഗ്യത്തിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നീ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസിലെ പെൻഡോണ്ടിസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ദിവ്യ ഫിലിപ്പാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഒപ്പം പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹലോ ഡോക്ടറിലേക്ക്. ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് കുഞ്ഞിപ്പല്ലുകൾ സംരക്ഷിക്കുക എന്നത് സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് വലിയ ഒരു ആശങ്കയുണ്ട്. കാരണം ഏത് രീതിയിലാണ് അവരുടെ പല്ലുകൾ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുന്നത്, ബ്രഷിംഗ് എപ്പോഴൊക്കെയാണ് ആരംഭിക്കേണ്ടത്, അങ്ങനെ തുടങ്ങി പ്രാഥമികമായി ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുവാൻ സാധിക്കുന്നത്? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഹലോ ഡോക്ടറിലൂടെ സംസാരിക്കുന്നത് കുട്ടികളുടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ പല്ലുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഭാവിയിലേക്ക് കൂടിയിട്ടുള്ളൊരു കരുതലാണ്. പൊതുവെ എല്ലാവരും പറയും ആദ്യത്തെ പല്ലുകൾ, പാൽപ്പല്ലുകൾ അത് കൊഴിഞ്ഞു പോകേണ്ടതല്ലേ, അതിനത്രയധികം ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ്. പക്ഷേ അത് പാൽപ്പല്ലുകളും സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഒരു വിഷയമാണ്. ഈ ഒരു വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കുഞ്ഞു പല്ലുകൾ സംരക്ഷിക്കുന്നതിന് പ്രധാനമായും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി നമ്മള് പാൽപ്പല്ലുകളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം പാൽപ്പല്ലുകൾ അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കണ്ട, കാരണം എന്തായാലും പൊഴിഞ്ഞു പോകുന്നതല്ലേ എന്നൊരു ചിന്തയാണ്. പക്ഷെ പാൽപ്പല്ലുകൾ നമ്മൾ പറയുകയാണെങ്കിൽ പെർമനന്റ് പല്ലുകൾ പോലെ തന്നെ ഒരുപക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പാൽപ്പല്ലുകൾ. കാരണം ഒരു കുഞ്ഞിന്റെ ആറ് മാസം തൊട്ട് അവന് 12 വയസ്സാകുന്നവരെ കുഞ്ഞിന്റെ വായില് ഉള്ളത് പാൽപ്പല്ലുകളാണ്. അപ്പൊ ആ പാൽപ്പല്ലുകളെ നമ്മൾ കറക്റ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്തെങ്കിൽ മാത്രമേ പെർമനന്റ് പല്ലുകൾ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വരികയും കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ ഒക്കെ കിട്ടുകയും ചെയ്യത്തുള്ളൂ. സോ പാൽപ്പല്ലുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് സമയത്ത് കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യും. ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് പ്രൊലോങ്ഡ് ഫീഡിങ്. ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് എത്ര വയസ്സ്, വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര വയസ്സ് വരെ ഫീഡ് ചെയ്യണം? എല്ലാവരും ഒരു 2.5, 3, 4 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൊലോങ്ഡ് ഫീഡിങ് ആണ് നമ്മുടെ പാൽപ്പല്ലുകൾ കേടാവാനുള്ള വളരെ വലിയൊരു കാര്യം. അപ്പോൾ കറക്റ്റ് സമയത്ത് ഫീഡിങ് നിർത്തുക. അതുപോലെ തന്നെ ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുക. പല്ല് വരുന്നതിന് മുന്നേ തന്നെ മോണകൾ ക്ലീൻ ചെയ്യുക. അതേപോലെ പല്ലിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കുക. പല്ലിന് എന്താ പറയാ, ഡയറ്ററി ഷുഗേഴ്സ്, അതായത് മധുരം കുറച്ചു കൊടുക്കുക. രാവിലെയും വൈകിട്ടും കുഞ്ഞിനെ ബ്രഷ് ചെയ്യിക്കാൻ ശീലിപ്പിക്കുക. ഇതൊക്കെ പാൽപ്പല്ലുകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളിലെ ഈ പാൽപ്പല്ലുകളുടെ സംരക്ഷണം ആദ്യ പല്ല് വരുമ്പോൾ തന്നെ ആരംഭിക്കണമെന്നാണല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും പേരൻസിനോട് സംശയമുണ്ടാവും, ഈ ഒറ്റ പല്ല്, ആദ്യം ഒരു പല്ലൊക്കെയായിരിക്കും വരുന്നത്, അത് നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ബ്രഷ് ചെയ്യുവാണ്, ഏത് രീതിയിലാണ് പാൽപ്പല്ലുകൾ സംരക്ഷിക്കേണ്ടത് എന്നൊരു സംശയമുണ്ടാകുമല്ലോ. അതിനെക്കുറിച്ച് എങ്ങനെ വേണം നമ്മൾ ഈ പാൽപ്പല്ലുകൾ സംരക്ഷിക്കാൻ? ഓക്കെ, ഐഡിയലി നമ്മൾ പറയുന്നത് പല്ല് വരുന്നതിന് മുന്നേ തന്നെ വായ വൃത്തിയാക്കണം എന്നാണ്. അതായത് പല്ല് വരുന്നതിന് മുന്നേ കുഞ്ഞിന്റെ മോണകളെ നമ്മൾ പറയുന്നത് ഗം പാഡ്സ് എന്നാണ്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ തന്നെ പാല് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഒരു നനഞ്ഞ ഗോസോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ നല്ല വൃത്തിയുള്ള ഒരു തുണിയോ കോട്ടനോ കൊണ്ട് പാല് കൊടുത്തതിന് ശേഷം ഗം പാഡ്സ് ക്ലീൻ ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്, ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ചൂണ്ടുവിരലിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷസ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് മേടിച്ച് നമുക്ക് അത് വെച്ച് ക്ലീൻ ചെയ്യാം. നമുക്ക് ഒറ്റ പല്ലാണെങ്കിലും ക്ലീൻ ചെയ്യാം.
അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈ നേരത്തെ ഗം പാഡ്സ് ക്ലീൻ ചെയ്ത പോലെ തന്നെ ഒരു നനഞ്ഞ കോട്ടണോ അല്ലെങ്കിൽ ഒരു ഗോസോ വൃത്തിയുള്ള ഒരു തുണിയോ വെച്ചാണെങ്കിൽ നമുക്ക് പാല് കൊടുത്തതിന് ശേഷം ഈ ഒരു പല്ല് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ പല്ല് വരുന്ന അനുസരിച്ച് നമ്മൾ ബ്രഷ് മാറ്റി കൊടുക്കുക. 1 വയസ്സിന് ശേഷം ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യത്തെ പല്ല് വരുമ്പോൾ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, അവിടുത്തെ മറ്റൊരു പ്രശ്നം ഈ കുഞ്ഞുങ്ങളാവണല്ലോ, അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് മധുരങ്ങളായിരിക്കും. പ്രത്യേകിച്ച് മുട്ടായി, ചോക്ലേറ്റ് പോലുള്ളവ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായി കൊടുക്കും. പേരൻസ് മാത്രമല്ല എല്ലാവരും കൊടുക്കും. ഈ ചോക്ലേറ്റിൻ്റെ ഉപയോഗം അതൊന്ന് തടയാൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് സുരക്ഷിതമായി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുക, ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? സുരക്ഷിതമായി ചോക്ലേറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ചോക്ലേറ്റ് എപ്പോഴും പല്ലിന് അത്ര നല്ലൊരു ഫുഡല്ല. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോക്ലേറ്റ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല അതിന്റെ ടേസ്റ്റ്. അപ്പോ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവരെ എന്തെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന സാധനം ചോക്ലേറ്റ് ആണല്ലോ. പക്ഷെ എന്നാലും അത് ഒന്ന് നമുക്ക് കൊടുക്കാൻ, ഇപ്പം ഓൾറെഡി കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഇപ്പം എന്നും 2, 3, 4 ചോക്ലേറ്റ് കൊടുക്കുന്നതിന് പകരം വല്ലപ്പോഴും ഒരു ട്രീറ്റ് പോലെ ചോക്ലേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് സ്റ്റിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ചോക്ലേറ്റ്സ് കൊടുക്കാതെ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഡയറ്ററി ഷുഗേഴ്സ് എപ്പോഴും, അതായത് ചോക്ലേറ്റ് ഒക്കെ എപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് സുരക്ഷിതമായി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ചോക്ലേറ്റ് എപ്പോഴും പല്ലിന്റെ എനിമി തന്നെയാണ്. ഓക്കെ, പല്ല് സംരക്ഷണത്തിന് ചോക്ലേറ്റിനെ ഒഴിവാക്കണം. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, ഫോർട്ട് കൊച്ചിയിൽ നിന്നും സജന. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 ചോദിച്ചോളൂ, ഡോക്ടറിനെ കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എന്റെ കൊച്ചിനൊരു 5.5 years ആയി. 3 വർഷത്തിന് മേലായി. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 അല്ലെങ്കിലും ഡീക്കേ ആയി കിടക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പൾപെക്ടമി എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ് പറഞ്ഞിരുന്നത്. ഹലോ, ഒന്നും കൂടെ പറയാമോ? കേൾക്കാൻ വയ്യ. ഹലോ, ചോദിക്കുമോ? ക്ലിയർ ആയി? ഹലോ, ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാമോ? എന്റെ കൊച്ചിന് 5.5 years ആയി. ആൾക്കൊരു 2 വർഷത്തിന് മേലെയായി. ഒരു ഓൾമോസ്റ്റ് ഒരു 8 അല്ലെങ്കിലും ഡീക്കേ ആയി കിടക്കുന്നതാണ്. ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. അപ്പോ ഡോക്ടേഴ്സ് ഞങ്ങളൊരു 3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവരെല്ലാരും പൾപെക്ടമി, ഈ എല്ലാ പല്ലിനും പ്രോസസ് ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ചെയ്യാണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കേടായ പല്ലുകൾക്ക്, അതായത് വേദനയോ നീരോ ഉണ്ടെങ്കിൽ, വേദന വന്നു കഴിഞ്ഞാൽ നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല. പൾപെക്ടമി, അതായത് മുതിർന്ന ആൾക്കാർക്ക് റൂട്ട് കനാൽ ചെയ്യുന്ന അതേ പ്രൊസീജിയറിനെയാണ് നമ്മൾ പൾപെക്ടമി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിൽ ചെയ്യുമ്പോൾ അതിനെ പൾപെക്ടമി എന്നാണ് പറയുന്നത്. അപ്പൊ ആ പ്രൊസീജിയറെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൾപെക്ടമി ചെയ്ത് അതിന് മേളിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്യാപ്പ് ഇടുമ്പോൾ മാത്രമേ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് ഇപ്പൊ 5.5 വയസ്സിലേ ആയുള്ളൂ. ഇപ്പൊ പുറകിലത്തെ പല്ലുകളായിരിക്കും ഇപ്പൊ മോസ്റ്റ്ലി കേടായിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ പുറകിലത്തെ പല്ലുകളൊക്കെ പോകാന് ഒരു 9 അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആവും. അപ്പൊ 10-11 വയസ്സ് വരെ നിങ്ങൾ ഈ കുഞ്ഞിന് പിന്നെ മരുന്ന് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഈ സമയത്താണ് പെർമനന്റ് പല്ലുകൾ ഡെവലപ്പ് ആവുന്നത്. അപ്പൊ പെർമനന്റ് പല്ലുകളിലേക്കും കേട് വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കുഞ്ഞിന് ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടത്തില്ല, വായിലെ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പല്ല് ഇങ്ങനെ കേടായി പോകുന്ന അനുസരിച്ച് പല്ലിൽ അകത്ത്, അതായത് വായിക്കകത്തുള്ള പല്ലിന് ഇരിക്കാനുള്ള സ്പേസ് കുറയും. അങ്ങനെ വരുമ്പോ പുതിയ പല്ലുകൾക്ക് ഇറങ്ങി വരാനുള്ള സ്പേസ് കുറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പൊ 3 ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം ഇപ്പൊ 5.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ പല്ലുകളൊക്കെ പോകാൻ ഇനിയും സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ കുഞ്ഞിന് ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റമെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, സാധാരണയായി കുട്ടികൾ കണ്ടുവരുന്ന ദന്തരോഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ?
തീർച്ചയായിട്ടും. സാധാരണയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് യൂഷ്വലി നമ്മളുടെ അടുത്ത് പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് ഒന്നാമത്തെ കാര്യം കേടായിട്ട് തന്നെയാണ്. അപ്പോ ഒരു പല്ലാണെങ്കിൽ ഇപ്പൊ 10 പല്ലാണെങ്കിൽ ചെറുതായിട്ട് ആദ്യമായിട്ട് പല്ല് വരുമ്പോൾ തന്നെ കേടായിട്ട് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ ഒന്ന് അതാണ്, അതായത് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഉണ്ടാവുന്ന കേരീസ് എന്ന് പറയുന്നു, ദന്തക്ഷയം എന്ന് പറയുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നത് പല്ലുകൾ ക്രമം തെറ്റി വെള്ളം താഴെയൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോഴും നമ്മുടെ അടുത്ത് പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എന്തെങ്കിലും സ്പീച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നാക്കിലെ കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പേരൻസ് കൊണ്ടുവരാറുണ്ട്. പിന്നെ യൂഷ്വലി നമ്മൾ ഒരുപാട് ആയിട്ട് നമ്മുടെ അടുത്ത് കാണുന്നത് ഈ കേട് തന്നെയാണ്. പല്ല് കേട് വന്ന് നീരോ വേദനയോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അതാണ് യൂഷ്വലി നമ്മൾ കാണുന്ന കേസസ്. കേട്, ഈ എന്താ പറയാ ക്രമം തെറ്റി വരിക, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി വരുന്ന അസുഖങ്ങൾ. പിന്നെ അത് വേറെ അല്ലാതെ റെയർ ആയിട്ടൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നോർമലി നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ്. ഡോക്ടർ, പല്ലുകൾ നിര തെറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പല്ലുകൾ നിര തെറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ ആ ഒരു പ്രശ്നത്തിന്? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, പാൽപ്പല്ലുകളാണ് പെർമനന്റ് പല്ലുകളെ അതിന്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ പാൽപ്പല്ലുകളുടെ പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ പെർമനന്റ് പല്ലുകളുടെ പൊസിഷന് കറക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം പാൽപ്പല്ലുകൾ, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ നോക്കിയാൽ അറിയാം, പാൽപ്പല്ലുകളുടെ ഇടയ്ക്കെല്ലാം സ്പേസസ് ഉണ്ട്, അതായത് വിടവുണ്ട്. അത് നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ പല്ലുകൾ ഇരിക്കുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ചല്ല ഇരിക്കുന്നത്, ഒരുപാട് സ്പേസസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഈ സ്പേസ് ഇല്ലാത്ത ഡെന്റിഷൻ അല്ലെങ്കിൽ പല്ലുകൾ നിങ്ങൾ കാണുവാണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കണം ഈ കുഞ്ഞിന് ഭാവിയിൽ പല്ലുകൾ ക്രമം തെറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പാൽപ്പല്ലുകളെക്കാട്ടിലും സൈസ് കൂടുതലാണ് പെർമനന്റ് പല്ലുകൾക്ക്. അപ്പൊ ഈ പാൽപ്പല്ലുകൾക്കിടയിലുള്ള സ്പേസ് ആണ് പെർമനന്റ് പല്ലിനും കൂടെ വന്നിരിക്കാനുള്ള സ്ഥലം കൊടുക്കുന്നത്. അപ്പൊ സ്പേസ് ഇല്ലെങ്കിൽ ഇത് അവിടെ ഒരു എന്താ പറയാ ഒരു ക്രൗഡിങ് ഉണ്ടാവും. അപ്പൊ പല്ലുകൾ ക്രമം തെറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചില ഹാബിറ്റ്സ്, അതായത് വിരൽ കുടിക്കുക, വായ തുറന്ന് കിടന്നുറങ്ങുക, നാക്ക് മുന്നിലേക്ക് തള്ളുക, അല്ലെങ്കിൽ നഖം കടിക്കുക, പല്ലിറുമ്പുക രാത്രിയില്, ചുണ്ട് കടിക്കുക, അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും പല്ലുകൾ ക്രമം തെറ്റി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഹാബിറ്റ്സ് അതുകൊണ്ട് മാത്രമല്ല, പല്ലുകളുടെ മാത്രമല്ല, ഈ ഹാബിറ്റ്സ് കാരണം നമ്മുടെ മുഖത്തെ എല്ലുകളുടെയും വളർച്ചയും മുഖത്തിന്റെ ഷേപ്പിനെയും ഒക്കെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ഗോവയിൽ നിന്നും ബീരാൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. കേൾക്കാമോ? ബീരാൻ പറഞ്ഞോളൂ, ടിവിയുടെ ശബ്ദം കുറച്ച് ചോദിച്ചോളൂ. മാഡം, ഞാൻ വിളിച്ചത് കൊച്ചു കുട്ടികളുടെ പല്ലിന് സംരക്ഷണം കൊടുക്കേണ്ടതില് രക്ഷിതാക്കൾക്ക് വലിയൊരു കടമയുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് 7 പേരക്കിടാങ്ങളാ. ഹലോ, അപ്പൊ ഈ 7 പേരക്കിടാങ്ങൾക്ക് നമ്മള് കുട്ടികൾക്ക് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് ഈ ചോക്ലേറ്റ്, പേട, അങ്ങനെയുള്ള പല സാധനങ്ങളും മധുരപലഹാരങ്ങളായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കും. ഈ ഹലുവ, മിഠായി സാധനങ്ങളൊക്കെ. കൂടുതലും ഈ ചോക്കോ ബാർ, മിൽക്കി ബാർ, ഇങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. പോപ്പിൻസ്, ഗീപ്പിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് വാങ്ങി കൊടുത്ത് കുട്ടികൾക്ക് വലിയ ഇഷ്ടം, നമ്മളോട് സന്തോഷമായിരിക്കും, നമ്മളത് ഉമ്മ വെക്കും, എപ്പോഴും മടിക്കും. നമ്മളതിന് സംതൃപ്തിയാണ്. പൈസ കുറച്ച് ചെലവായാലും നമുക്ക് ആ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്താവും കൊടുക്കും. ഇതുകൊണ്ട് കുട്ടികൾക്കുള്ള പല്ലിന് ഭാവിയിൽ ദോഷം ചെയ്യുമോ? ഇപ്പൊ എന്റെ മൂത്ത കുട്ടിക്ക് ഏകദേശം 10 വയസ്സ് പ്രായമുള്ളൂ, 10-11 വയസ്സായി. പിന്നെല്ലാം കൊച്ചു ഏതാളുണ്ട്. അതായത് 2 ആൺകുട്ടികളുടെയും ഒരു പെൺകുട്ടികളുടെയും കുട്ടികളായിട്ട് 7 പേർക്കിടാറുണ്ട്. നല്ല രസമാണ്. മിഠായി കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മളുടെ ടെൻഷനുകളൊക്കെ കുറഞ്ഞു കിട്ടും. ആ ചെറിയും കളിയും തമാശയൊക്കെ കാണുമ്പോൾ ഇത് ഭാവിയിൽ കുട്ടികളെ പല്ലിനെ ദോഷം ചെയ്യുമോ? ഓഫ്കോഴ്സ് ദോഷം ചെയ്യും. കാരണം കണ്ടിന്യൂസ്ലി ഇത് മേടിച്ചു കൊടുക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഇൻടേക്ക് കൂടുവാണ്. കാരണം മധുരമാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. മധുരം ഒട്ടും പല്ലിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ അത് പല്ലിന് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കൊടുക്കുന്നത് ഇപ്പൊ കുഴപ്പമില്ല, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കൊടുക്കും എന്തായാലും നമ്മൾ. പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ ഫ്രീക്വൻസി, അതായത്
കൊടുക്കുന്ന അളവും കൊടുക്കുന്ന സമയമൊക്കെ ഒന്ന് കുറയ്ക്കുക. അതായത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരിക്കൽ മാത്രമൊക്കെ മേടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്നും ഇത് മേടിച്ചു കൊടുക്കുവാണെങ്കിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും. അതിനകത്ത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ്. അതെന്തായാലും കുഴപ്പമുണ്ടാവും. ബ്രഷിംഗ് ആണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡോക്ടർ, ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളിൽ ബ്രഷ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ പല്ല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല്ല് വരുന്നതിന് മുന്നേ തന്നെ നനഞ്ഞ തുണിയോ ഗോസോ കൊണ്ട് ഗം പാഡ്സ് ക്ലീൻ ചെയ്യുക. പല്ല് വന്നതിന് ശേഷം ഫിംഗർ ബ്രഷോ, അതായത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാവുന്നതാണ്. അമ്മയ്ക്ക് തന്നെ അമ്മ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 7-8 വയസ്സ് വരെ അമ്മമാർ തന്നെ അല്ലെങ്കിൽ ആരാണോ ഗാർഡിയൻ അവർ തന്നെ ബ്രഷ് ചെയ്യിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 7-8 വയസ്സിന് ശേഷം മാത്രമേ അവരെ കൊണ്ട് തന്നെ ബ്രഷ് ചെയ്യിക്കാൻ വിടാവുള്ളൂ. 1 വയസ്സിന് ശേഷം ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൂറിഡേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒരു നമ്മുടെ അരിമണിയുടെ സൈസിൽ എടുത്ത് അത് കുഞ്ഞിന് ബ്രഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. അത് മാത്രമല്ല, സർക്കുലർ, അതായത് വട്ടത്തിൽ മോണയും പല്ലും വൃത്തിയാകുന്ന രീതിയിൽ സർക്കുലർ മോഷനിൽ വേണം ബ്രഷ് ചലിപ്പിക്കാനായിട്ട്. ബ്രഷ് മുൻവശവും അകവശവും അതേപോലെ പല്ലിന്റെ മുകൾ വശവും വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുകയാണ്. ചെമ്പഴന്തിയിൽ നിന്നും ശോഭന. ശോഭന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. എന്റെ കൊച്ചുമോനെ 7 വയസ്സ് കഴിഞ്ഞു. താഴത്തെ 2 പല്ല് പോകുന്നതിന് മുമ്പേ അകത്തോട്ട് 2 പല്ല് വന്നു. അപ്പൊ ആ 2 പല്ല് ഇളക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇളക്കി മറ്റേ പല്ല് നേരെ ആയി. മുകളിലത്തെ പല്ല് ഇതുവരെയും പോയിട്ടില്ല. അതെന്താണെന്നുള്ള അറിയാനാ. ഹലോ, 7 വയസ്സല്ലേ ആയത്? 7 വയസ്സ്. 7 വയസ്സല്ലേ കുഞ്ഞിനിപ്പോ? തന്നെ. അതെ ഡോക്ടർ, 7 വയസ്സാണ്. ശോഭന തുടർന്നോളൂ. ഹലോ. 7 വയസ്സ് ആയി. പക്ഷെ മുകളിലത്തെ പല്ല് ഇതുവരെയും പോയിട്ടില്ല, വരുന്നില്ല. അകത്തോട്ടൊന്നും കാണുന്നില്ല വരുന്നതായിട്ട്. ഓക്കെ, മുകളിലത്തെ പല്ല് പോയിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല, പോയിട്ടില്ല, ഒലുങ്ങൊന്നുമില്ല. ഓക്കെ, അത് 7 വയസ്സിലേ ആയുള്ളൂ. അപ്പോ ആ പല്ല് പോകാൻ ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു 8-9 വയസ്സ് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ താഴത്തെ പല്ല് പോയി എന്ന് വിചാരിച്ച് മേളത്തെ പല്ല് പോകണമെന്നില്ല. ഓരോ പല്ലും പോകുന്നതിന് അതിന്റെ പ്രത്യേക ടൈം ഉണ്ട്. ആ ചില സമയത്ത് ചിലപ്പോൾ നേരത്തെ പോയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ടൈമിലാണ് പോകുന്നത്. മുകളിലത്തെ പുറകിലത്തെ പല്ല് പോകാൻ ഒരു 8 മുതൽ 10 വയസ്സ് ആ പ്രായത്തിനിടയ്ക്കാണ് പോകുന്നത്. അപ്പൊ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് എന്ന് പോകാത്തതിന്റെ കാര്യം അല്ലെങ്കിൽ പോകാറായോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് 7 വയസ്സ് മാത്രമേ ആയതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഒരു 8 വയസ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പൊ അതിന്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്കുകളും വളരെയധികം പ്രിയങ്കരമാണ്. പുറത്തോട്ട് ഇറക്കുമ്പോൾ തന്നെ അവർ കുപ്പിവെള്ളം അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കുകൾ അവർ വളരെയധികം ആഗ്രഹിക്കുകയും നമ്മളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ കുഞ്ഞുങ്ങളുടെ പല്ലുകൾക്ക് എത്രത്തോളം ദോഷകരമാണ്? അവയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പറയാമോ? തീർച്ചയായും. ചോക്ലേറ്റ് പോലെ തന്നെ വളരെ അപകടകാരികളാണ് സോഫ്റ്റ് ഡ്രിങ്കിങ്. കാരണം സോഫ്റ്റ് ഡ്രിങ്കിൽ ഹൈ ഷുഗർ കണ്ടന്റ് ആണ്. അതായത് ചോക്ലേറ്റിലുള്ളത് പോലെ തന്നെ മധുരത്തിന്റെ അളവ് വളരെ കൂടുതലാണ് അതിനകത്ത്. അത് മാത്രമല്ല, അത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് ഈ സോഡ പോലെയുള്ള കളറുള്ള സാധനങ്ങൾ പല്ലിന് വളരെ ദോഷകരമായി തന്നെ ബാധിക്കും. അപ്പൊ ഇപ്പം നമ്മൾ തന്നെ നോക്കുവാണെന്ന് പണ്ടത്തെ, അതായത് ഒരു 20 വർഷം മുന്നേ ഉള്ള കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ ആരോഗ്യവും
അല്ലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പല്ലിന്റെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. കാരണം ഒരു 20 വർഷം മുന്നേ വരെ ഈ ചോക്ലേറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്, അതായത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചിപ്സ് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും അത്രയും കോമൺ ആയിരുന്നില്ല. ആ സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് ഒക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പൊ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ചിപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. അപ്പൊ അത് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡയറ്ററി ഷുഗർ, അതായത് മധുരത്തിന്റെ അളവ്, അകത്തേക്ക് ചെല്ലുന്ന മധുരത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ട് അത് വളരെ ഹാംഫുൾ ആയിട്ട് തന്നെ പല്ലിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഒഴിവാക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ വല്ലപ്പോഴും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പം ഇല്ല. എന്നാലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുകയാണ്. എടപ്പാളിൽ നിന്നും ജ്യോതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മോൾക്ക് 6 വയസ്സാവണേ ഉള്ളൂ. അപ്പൊ അവളുടെ പല്ല് ഒരു 2 വയസ്സില് ഇങ്ങനെ വീണിട്ട് കുത്തിയതാണ്. ഈ ഫ്രണ്ടിലത്തെ പല്ല് ഇങ്ങനെ ഒരു തിണ്ടിന് കുത്തിയതാണ്. അങ്ങനെ ഇളകിയിട്ട് അതങ്ങനെ ഉറച്ചു പോയി. പിന്നെ ഇപ്പൊ 2 പല്ലും കൂടെ സൈസ് വ്യത്യാസമുണ്ട്. അതങ്ങനെ തന്നെ നിന്ന് ഉറച്ചു. ഇനി അത് വളർന്നു വരുമ്പോ പറഞ്ഞു പോയി, പിന്നെ വരുമ്പോ ഇനി എങ്ങനെയായിരിക്കും? അതിന്റെ തൊന്ന് തന്നെ സമയത്ത് പല്ല് കംപ്ലീറ്റ്ലി ഇളകി പോയായിരുന്നോ അതോ? ജ്യോതി കേൾക്കുന്നുണ്ടോ? വീണ പല്ല് പൂർണ്ണമായും ഇളകി പോയിരുന്നു എന്നാണ് ഡോക്ടർ ചോദിച്ചത്. അല്ല, ഇളകിയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് നിന്ന് ഉറച്ചു. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ അത് തമ്മിൽ സ്പേസ് ഉണ്ടെന്നാണോ പറയുന്നത്? ഇപ്പൊ സൈസ് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ വരിക എന്നുള്ളതാണ്. അന്ന് മറിഞ്ഞു വീണ സമയത്ത് എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും എടുത്തായിരുന്നോ? അതോ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ജ്യോതി കേൾക്കുന്നുണ്ടോ? ജ്യോതി ടിവിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടർ ചോദിച്ചിട്ട് മറുപടി പറയൂ. ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അത് ഇളകി പോവുകയാണെങ്കിൽ ഇനി 6 വയസ്സായിട്ടേ വരുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ നിന്ന് ഉറക്കിയാണ് ഇപ്പൊ നല്ലത് പറഞ്ഞു. അപ്പൊ അത് കാരണം തൊടും ചെയ്തില്ല. ഇപ്പൊ അങ്ങനെ നിന്ന് ഉറച്ചു. ഓക്കെ. അപ്പോ ഇത് ഒരു 3-4 വർഷം മുന്നേ മറിഞ്ഞു വീണ് അത് അങ്ങനെ ആടി വീണ്ടും ഉറച്ചൊരു പല്ലാണല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ പാൽപ്പല്ലുകളുടെ തൊട്ട് താഴെയാണ് നമ്മുടെ പെർമനന്റ് പല്ലുകളുടെ ടൂത്ത് ബഡ് കിടക്കുന്നത്. അപ്പോ പാൽപ്പല്ലുകൾക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ പെർമനന്റ് പല്ലുകളുടെ ടൂത്ത് ബഡുകളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് മറിഞ്ഞു വീണു അല്ലെങ്കിൽ അവിടെ ഇടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കിപ്പം ഒന്നും പറയാനൊക്കത്തില്ല അത് എങ്ങനെ വരും. ചിലപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് തന്നെ വരാം. ചില സമയത്ത് അതിന് ഇപ്പം അവിടെ ഒരു നേരത്തെ അങ്ങനെ മറിഞ്ഞു വീണ ഒരു ഇഞ്ചുറി ഉണ്ടായതുകൊണ്ട് ചില കേസസിൽ ഈ പല്ല് വരുമ്പോൾ അതിനൊരു കളർ വ്യത്യാസം കാണാറുണ്ട്. അപ്പൊ അങ്ങനെ അതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അല്ല ചില കേസുകളിൽ അത് കുഴപ്പമൊന്നുമില്ലാതെ നോർമലായിട്ട് തന്നെ വരാറുമുണ്ട്. അതപ്പോ നമുക്ക് ആ പല്ല് വരുന്ന സമയത്ത് അറിയാനൊക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞൊരു എക്സ്റേ വല്ലതും എടുത്ത് നോക്കിയാലും നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ എന്നാലും പല്ല് വരുന്ന സമയത്തെ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, പാൽപ്പല്ലുകൾ ഒരു പ്രശ്നവുമില്ലാതെ കേടുകളൊന്നും കൂടാതെ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാധാരണ ഈ മുത്തശ്ശിമാരൊക്കെ പറയും അതിങ്ങനെ തിരുമ്മി അടയ്ക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പാൽപ്പല്ലുകൾ പൊഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? പാൽപ്പല്ലുകൾ പൊഴിയുമ്പോൾ അതൊരു എന്താ പറയാ, അതൊരു നോർമൽ പ്രോസസ്സാണ്. എന്താ പറയാ, ഒരു നാച്ചുറൽ പ്രോസസ്സാണ് പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകണം. അത് അങ്ങനെയാണ് കൊഴിഞ്ഞു പോകേണ്ടത്. അത് തന്നെത്താനെ കൊഴിഞ്ഞ് അത് ആടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തന്നെ കൈവച്ച് ആട്ടി അത് ഇളക്കി കളയുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാ കേസിലും നമുക്കത് ചില കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്, അവരത് ചെയ്യത്തില്ല. അപ്പൊ നമ്മളുടെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ നമ്മളത് പല്ല് എടുത്ത് കളയാറുണ്ട്. അതിന്റെ സമയമാകുമ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി പല്ല് പറഞ്ഞു പോകാൻ ടൈം ആയെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മളത് എടുത്തു കൊടുക്കാറുണ്ട്.
കൊഴിഞ്ഞു പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറലി അത് തന്നെത്താനെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും അതിനൊരു ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു നാച്ചുറൽ പ്രോസസ് പോലെ ഞാൻ കഴിഞ്ഞു പോകും. ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ പുതിയ പല്ല് വരികയും ചെയ്യും. അത് എടുത്തു കളയുവാണെങ്കിൽ മാത്രം 1-2 ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അത് പല്ല് തന്നെത്താനെ അത് വന്നു കഴിയുമ്പോഴത്തേനും ആ പ്രോബ്ലം ഒക്കെ അങ്ങ് മാറിക്കോളും. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഡെന്റൽ സയൻസിലെ പെഡോഡോണ്ടിസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ദിവ്യ ഫിലിപ്പാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടർ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നമസ്കാരം.